നമുക്കിന്നേ പാവയ്ക്കയും മാങ്ങയും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ? വായോ. നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പാവയ്ക്ക ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക. ഇതൊന്ന് വഴറ്റാവേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് വഴറ്റാം. കുറച്ച് കറിവേപ്പില, ലേശം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഉപ്പിട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം. നമ്മുടെ പാവയ്ക്കയും സവോളയൊക്കെ വഴന്ന് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മാങ്ങയുടെ ഒരു പുളപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. ഇതാ 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഒരു തക്കാളിയുടെ പകുതിയാണിത് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കയ്യിലുള്ളത് പുളിയുള്ള മാങ്ങയാണെങ്കിൽ തക്കാളി ഒഴിവാക്കുക. ഇതിനകത്ത് എനിക്ക് തീരെ പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്തു. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴരട്ടെ കേട്ടോ. നമ്മുടെ പാവയ്ക്കയും മാങ്ങയും സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതേ എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ പച്ചക്കുത്തൊക്കെ മാറി ഇനി നമ്മൾ ഒഴിക്കുന്നത് 2ാം പാലാണ് കേട്ടോ. തേങ്ങയുടെ 2ാം പാലാണ്. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പാവയ്ക്കയും മാങ്ങയും എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് തീയൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ 1ാം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി അധികം തിള വരാൻ പാടില്ല. നമ്മുടെ കറിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കടുക് വേണ്ട, ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. ഇതാ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോ കേട്ടോ. ഉപ്പ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ ഇപ്പുറത്തെ അടുപ്പയിലോട്ട് നമ്മളൊരു പാൻ അടുപ്പ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർക്കണ്ട കേട്ടോ. നമ്മുടെ ചെറിയുള്ളി നല്ല പോലെ ഒന്ന് മൂപ്പിക്കണം. ചെറിയുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ദേ നമ്മുടെ ഒരു അടിപൊളി പാവയ്ക്ക മാങ്ങ ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.